ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2243. ഇന്ന് ഫെബ്രുവരി മാസം 20-ാം തീയതി, ഈ ആണ്ടിലെ 51-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് വലിയ നോമ്പ് 5-ാം ദിനമാണ്. എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കാമെന്ന ഉറപ്പാണ് ക്രിസ്തുയേശു ഭൂമിക്ക് നൽകിയ ഏറ്റവും വലിയ സാന്ത്വനം. ക്രിസ്തുവിന്റെ അവസാനത്തെ മൊഴിയായിട്ടാണ് വിശുദ്ധനായ മത്തായി ശ്ലീഹ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുരിശിലെ മൊഴികളല്ല കേട്ടോ, അല്ലാതെയുള്ള ഒടുവിലത്തെ മൊഴി. ഉയർപ്പിനും ശേഷം പറഞ്ഞതാണ്, ഞാൻ സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു എന്നൊക്കെ മിക്കവാറും പറഞ്ഞ ഒരാളാണ്. അപ്പോ ഇതൊരു ഭംഗിവാക്കാകാനിടയില്ല. എന്താ, എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കും. അതൊരു വലിയ ഉറപ്പായിട്ടാണ്, അതൊരു വലിയൊരു സാന്ത്വനമാണ് നമുക്കൊക്കെ. ഈ ചെറിയ ജീവിതത്തിന്റെ കൂട്ടുയാത്രക്കാരനായി ദൈവമുണ്ടത്രേ. ഇതിൽ കവിഞ്ഞ് വേറെ എന്ത് ആശ്വാസമാണ്, ആനന്ദമാണ് നമുക്ക് കിട്ടേണ്ടത്, നമുക്ക് വേണ്ടത്? എന്നും കൂടെ ഉണ്ടായിരിക്കാമെന്ന വാഗ്ദാനത്തിലൂടെ യേശു എന്താണ് അർത്ഥമാക്കിയത്? യേശു എന്താ ഉദ്ദേശിച്ചത്? നമുക്ക് സങ്കല്പിക്കാനാവുന്നതിനേക്കാൾ അധികം അവിടുന്ന് നമ്മോടൊത്തുണ്ട് എന്ന് തന്നെയാണ്. എങ്ങനെയാണ് അതിനെ വാക്കിൽ ഒതുക്കുക? പ്രയാസമാണ്. ആരോ പാടുന്നത് പോലെ, കൂടെ നടക്കുന്നു പകലിൽ, കൂട്ടിനിരിക്കുന്നു ഇരുളിൽ. ഇങ്ങനെയൊക്കെ നമ്മൾ ആശ്വസിക്കുമ്പോഴും ഇതിനൊരു തുടർ ചിന്ത കൂടി ആവശ്യമുണ്ട്. നമ്മൾ തന്നെ ഇതിനൊരു തുടർച്ച ആലോചിച്ച് ഉറപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ദൈവം എന്റെ കൂടെ ആയതുകൊണ്ട് മാത്രമൊന്നും ആകുന്നില്ല. പിന്നെ ഞാൻ ദൈവത്തിന്റെ കൂടെയാണോ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അതൊരു വലിയ ക്രമപ്രശ്നം തന്നെയാണ്. അവിടുന്ന് എന്നോട് കൂടെ ഉണ്ട്, ഒരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല. പക്ഷേ ഞാൻ അവിടുത്തോട് കൂടെയുണ്ടോ? ആ ഒരു അവബോധത്തിലേക്ക് എത്താനായിട്ട് ഈ വലിയ നോമ്പുകാലം കാര്യമായി ഒന്ന് പ്രയോജനപ്പെടുത്തിയാലോ? ഒരു വശത്ത് ഉറപ്പുള്ള ഒരു വാഗ്ദാനമാണ്, സ്വാന്തനമാണ്. മറുവശത്ത് ഞാൻ എത്തിച്ചേരേണ്ട, ഞാൻ കണ്ടെത്തേണ്ട, ഞാൻ എടുക്കേണ്ട ഒരു നിലപാടാണ്, ഒരു ജീവിത രീതിയാണ്. അതിന് കുറെ കൂടി ജാഗ്രതയും ശ്രദ്ധയും പ്രാർത്ഥനയും പരിചരണവും ഒക്കെ ആവശ്യം വരും. ആമേൻ.